മലയാളികൾക്ക് മാത്രമുള്ള ഒരു ഭഗവാന്റെ കഥയായാലോ? പാശുപതാസ്ത്ര സമ്പാദനത്തിനായി അർജുനൻ ശിവനെ ധ്യാനിച്ച് തപസ് ചെയ്യുകയും വരം അരുളുന്നതിനു മുൻപായി അർജുനനെ പരീക്ഷിക്കുവാനായി ശിവൻ കാട്ടാള വേഷധാരിയായി കിരാതമൂർത്തിയായി പാർവതി ദേവിക്കൊപ്പം കാട്ടിൽ പ്രത്യക്ഷപ്പെടുകയും ഇവരുടെ ഈ വനവാസ കാലത്തിനിടയിൽ ഇവർക്ക് ഒരു കുട്ടി ഉണ്ടാകുകയും ചെയ്തു. എന്നാൽ ഇവർ തിരികെ പോയപ്പോൾ ഈ കുട്ടിയെ കാട്ടിൽ കഴിയാൻ പ്രാപ്തനാക്കുന്ന ആയുധങ്ങളും സിദ്ധികളും നൽകിയിട്ടാണ് പോയത്. ഈ കുഞ്ഞിനെ പിന്നീട് ഒരു വേട്ടക്കാരൻ വളർത്തുകയും അങ്ങനെ അവൻ വേട്ടക്കാരൻ മകൻ വേട്ടയ്ക്കൊരു മകനായി അറിയപ്പെടുകയും ചെയ്തു. ഈ സിദ്ധികളെല്ലാം കൊണ്ട് വേട്ടയ്ക്കൊരു മകൻ കാട് മുഴുവൻ കീഴടക്കി പിന്നീട് നാട്ടിലെ മല്ലന്മാരെയും വെല്ലുവിളിച്ച് ജയിച്ചതിനു ശേഷം സാധാരണ മനുഷ്യരെയും ആക്രമിക്കാൻ തുടങ്ങിയതോടെ ഭക്തർ മഹാവിഷ്ണുവിനെ അഭയം പ്രാപിച്ചു. അങ്ങനെ ഒരു വൃദ്ധ ബ്രാഹ്മണന്റെ വേഷത്തിൽ സ്വർണ പരിചയം ചുരുകയും കൊണ്ട് അവന്റെ പക്കൽ ആയുധങ്ങളുടെ മഹിമ വിവരിക്കാൻ മഹാവിഷ്ണു തുടങ്ങി. പ്രതീക്ഷിച്ച പോലെ ഇത് തനിക്ക് നൽകുമോ എന്ന് ചോദിച്ച വേട്ടയ്ക്കൊരു മകനോട് സ്വർണ്ണ ചുരിക നൽകാം, പക്ഷെ ഒരു നിബന്ധന, ഇതൊരിക്കൽ കൈപ്പറ്റിയാൽ ഒരിക്കലും ഉപേക്ഷിക്കാതെ വലത് കൈയിൽ തന്നെ പിടിക്കണം. ചുരിക ഏറ്റുവാങ്ങാൻ തന്റെ അമ്പ് ഇടം കൈയിലേക്ക് മാറ്റിയതോടെ തനിക്കിനി വേട്ടയാടാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ വേട്ടയ്ക്കൊരു മകന്റെ മുന്നിൽ മഹാവിഷ്ണു പ്രത്യക്ഷപ്പെട്ടു. അങ്ങ് പരശുരാമന്റെ ഭൂമിയിൽ ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ നിലമ്പൂർ കാക്കാനായി എത്തിയ വേട്ടയ്ക്കൊരു മകന് അവിടെ ആദ്യമായി ഒരു ക്ഷേത്രം ഉണ്ടാകുകയും ചെയ്തു.